5 ദിവസമായി ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയം വലിയ രീതിയിൽ വാർത്തയിൽ നിറഞ്ഞു നിന്നു. ബോബിക്കെതിരെ പരാതി നൽകിയ ഹണി റോസിനെ പിന്തുണച്ചും വിമർശിച്ചും ഒരുപാട് പേരാണ് എത്തിയത്. ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം ലഭിക്കാതിരിക്കേണ്ട കുറ്റമൊന്നും ബോബി ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വർ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ജാമ്യ ഉത്തരവ് ഉച്ചകഴിഞ്ഞ് 3:30 പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. വ്യാഴാഴ്ച മുതൽ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിലാണ്. എന്തിനാണ് ബോബിയുടെ കസ്റ്റഡി തുടരാൻ ആവശ്യപ്പെടുന്നത് എന്നും 6 ദിവസമായി ബോബി ചെമ്മണ്ണൂർ ജയിലിലാണെന്നും സമൂഹത്തിന് ഇപ്പോഴേ വ്യക്തമായ സന്ദേശം ലഭിച്ചിട്ടില്ലേ എന്നും കോടതി ചോദിച്ചു. പൊതുവേദിയിൽ അപമാനമുണ്ടായപ്പോൾ നടി പ്രതികരിക്കാതിരുന്നത് അവരുടെ മാന്യതയെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും കോടതി ചോദിച്ചു. ബോബിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ കർശന വ്യവസ്ഥകൾ വേണമെന്നും സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ബോബിക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. കുന്തിദേവി പരാമർശം തെറ്റായ ഉദ്ദേശത്തോടെയാണ്. പരാതിക്കാരിയെ പിന്നാലെ നടന്ന് അപമാനിച്ചു. പ്രതി കുറ്റകൃത്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും നൽകുന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. നടിയോട് ബോബി ചെമ്മണ്ണൂർ മോശമായി പെരുമാറിയിട്ടില്ലെന്ന് പ്രതിഭാഗം പറഞ്ഞു. ആരോപിച്ചിട്ടുള്ള കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല. മജിസ്ട്രേറ്റ് കോടതി രേഖകൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം അഭിപ്രായപ്പെട്ടു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. വെള്ളിയാഴ്ച സമർപ്പിച്ച ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ഇന്നേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂറിന് ഇതൊരു വലിയ ആശ്വാസം തന്നെയായിരിക്കും. ബോബിക്ക് ജാമ്യം ലഭിച്ചതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക.